ഇ അഹമ്മദിന് ജന്മനാടിന്റെ യാത്രാമൊഴി. മൃതദേഹം കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. കണ്ണൂർ കോർപ്പറേഷൻ കാര്യാലയത്തിലും ദീനുൽ ഇസ്ലാം സഭാ സ്കൂളിലും വൻ ജനാവലിയാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. വിശദാംശങ്ങളുമായി KC ബിപിൻ ചേർന്നു. ബിപിൻ, ജന്മനാട് ഇ അഹമ്മദിന് എപ്രകാരമാണ് വിട നൽകിയത്? ജോൺ, ഇ അഹമ്മദ് നാട്ടുകാർക്ക് എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് നാട് ഇ അഹമ്മദിനെ ഈ അവസാന ദിനം തിരിച്ചു നൽകിയത്. അത്ര വലിയൊരു ജനാവലി, അത്ര വലിയൊരു സൗഹൃദം അദ്ദേഹത്തിന് പരിസരങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അന്ത്യനിമിഷങ്ങൾ. വലിയൊരു ആൾക്കൂട്ടമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനം വെച്ച എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് മൃതദേഹം ഖബറടക്കിയ സിറ്റി ജുമാ മസ്ജിദിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അല്പം മുമ്പ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പ്രതിനിധീകരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി, സ്ഥലം MP ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് EM സുധീരൻ, ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. മുൻ മന്ത്രിമാർ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ, MA യൂസഫ് അലിയെ പോലെയുള്ള നേതാക്കൾ, MA യൂസഫ് അലിയെ പോലെയുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്തഫയെ പോലെയുള്ള മത സാമുദായിക രംഗങ്ങളിലുള്ള പ്രമുഖരെല്ലാം തന്നെ എത്തി. അതിലേറെ എടുത്തു പറയേണ്ടത് കണ്ണൂരിലെ ജനത, ഒപ്പം തന്നെ അദ്ദേഹവുമായി അടുപ്പമുള്ള സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെല്ലാം തന്നെ വലിയൊരു പ്രേമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വലിയ ജനസഞ്ചയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനമായി അദ്ദേഹത്തെ കാണാനായി എടുത്തു പറയേണ്ട ഒരു കാര്യം, പൊതുദർശനത്തിന് ഇന്ന് വെച്ച 3 സ്ഥലങ്ങളിൽ, താണയിലെ അദ്ദേഹത്തിന്റെ വസതിയിലും, ഒപ്പം കോർപ്പറേഷന്റെ ഹാളിലും മുറ്റത്തും, അതിനുശേഷം ഉണ്ടായിരുന്ന ദീനുൽ ഇസ്ലാം സഭാ സ്കൂളിലും ഒരിടത്ത് പോലും മുഴുവൻ ആളുകൾക്കും, കാണാൻ വന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ആൾക്കൂട്ടമായിരുന്നു. പലയിടങ്ങളിലും നേരെ സമയം ക്രമം പാലിക്കേണ്ടതുകൊണ്ട് ആളുകളെ മടക്കി അയക്കുന്ന സാഹചര്യമായിരുന്നു. എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരുകാർക്ക് ആരായിരുന്നു ഇ അഹമ്മദ് എന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് ആരായിരുന്നു ഇ അഹമ്മദ് എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അവസാന ദിവസം ഉണ്ടായത്. ശരി ബിപിൻ, ഇ അഹമ്മദിന് ജന്മനാട് യാത്രാമൊഴി നൽകുന്ന കാഴ്ചകളാണ് കണ്ടത്.